അപ്പോൾ നമുക്കൊപ്പം ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ കൂടിയുണ്ട്. എന്താ പേര്? ദിവാകരൻ. ദിവാകരേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് കൃഷിയാണ്. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഇല്ല. ലഹരിയോട് നോ അല്ലേ? മാത്രമല്ല ഗവേഷണമാണ് നമ്മുടെ ലഹരി. നോക്കൂ എത്രയെത്ര മനുഷ്യരാണ്. ചേട്ടൻ്റെ ഒരു ഗവേഷണം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അല്ലേ? അത് എന്തായിരുന്നു? അത് കേരളത്തിൽ നീരയും അതിന്റെ ഉൽപ്പന്നങ്ങളും. ഈ നീര കേരളത്തിൽ കണ്ടെത്തുന്നത് ആരാണ്? ആദ്യം ഞാനാണ്. നീര കേരളത്തിൽ കണ്ടെത്തുന്നു. നീര ലഹരിയല്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നത്. നീര ലഹരിയാണോ? അല്ല. നീര ലഹരിയായിട്ടല്ല അതിനെ ഉപയോഗിക്കുന്നത്. കേരളത്തിന്റെ പാനീയം എന്നാണ് അതിന്റെ ടാഗ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പോയി നീര കഴിച്ചോളൂ, കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? പിന്നെ ചെയ്ത വലിയ കാര്യം, വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽ ചെടി വെച്ച് പിടിപ്പിച്ച വ്യക്തി. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ കണ്ടൽ ചെടി അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചു. ലോകത്തിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കണ്ടൽ ചെടി വെച്ച് പിടിപ്പിച്ച വ്യക്തി ഞാനാണ്. അത് ശരി. അതെങ്ങനെയാ കണ്ടൽ തൈകൾ കൊണ്ടുപോകും? ഞാൻ ലക്ഷക്കണക്കിന് ചെടികൾ നഴ്സറി ഉണ്ടാക്കി കേരളം മുഴുവൻ കണ്ടൽ ചെടി വെച്ച് പിടിപ്പിക്കേണ്ടത്. അതാണ് ദിവാകരൻ ചേട്ടൻ്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങി, നമ്മളിപ്പോൾ നിൽക്കുന്നത് നല്ല മരത്തിൻ്റെ ചോട്ടിലാണ്. ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എത്ര ഭംഗിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ദിവാകരൻ ചേട്ടാ, ഇത് തുടരണം. കേരളം മുഴുവൻ കണ്ടൽ ചെടികളുടെയും പ്രകൃതികളുടെയും ഒക്കെ ഒരു സമ്മേളനമാണ്.